കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി ആശുപത്രി തുടങ്ങുകയാണ് മാതാപിതാക്കൾ. കോട്ടയം കടുത്തുരുത്തി മധുരവേലിയിലാണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. ഈ മാസം 17-ാം തീയതി മന്ത്രി VN വാസവൻ ഈ ആശുപത്രി നാട്ടുകാർക്കായി ഉദ്ഘാടനം ചെയ്ത് സമർപ്പിക്കും. ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൾക്ക് സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിനും പാവപ്പെട്ടവരെ നല്ല ചികിത്സ കൊടുക്കുന്നതിനുമുള്ള ഒരു ആഗ്രഹം നേരത്തെ പോലെ മകൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 10-ാം തീയതി മോളുടെ ആദ്യത്തെ ആഗ്രഹമായ നമ്മുടെ ക്ലിനിക്ക് തെക്കുന്നുമ്പുഴ വലിയ പറമ്പിൽ ഓപ്പൺ ചെയ്തു. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഡോക്ടർ വന്ദനയുടെ ഓർമ്മ നിലനിർത്താൻ ആ മാതാപിതാക്കൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട് തന്നെ ആശുപത്രിക്കായി വിട്ടുകൊടുക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം 24 സന്ദർശന വേളയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. പറയൂ ടോബി. തീർച്ചയായിട്ടും SKN, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ കുടുംബ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ തൃക്കുന്നത്തുപുഴയിൽ തുറന്ന ഒരു ക്ലിനിക്കാണ് ആദ്യം വന്ദനയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ തുടങ്ങിയ ഒരു സംരംഭം. അതിനുശേഷമാണ് ഇപ്പോൾ കോട്ടയത്ത് തന്നെ, അതായത് ഈ വീടിരിക്കുന്ന കടുത്തുരുത്തി ഭാഗത്ത്, പ്രത്യേകിച്ചും കല്ലറ ഭാഗത്തൊരു ആശുപത്രി തുടങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ചെറിയ രീതിയിൽ ഒരു ആശുപത്രി തുടങ്ങാനാണ് മാതാപിതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ മറ്റു ജോലികളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വരുന്ന 17-ാം തീയതി മന്ത്രി VN വാസവൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, വന്ദനയുടെ ആഗ്രഹം പോലെ പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സ നടത്താൻ സാധിക്കുന്ന ഒരു ആശുപത്രിയാക്കി അതിനെ മാറ്റിക്കൊണ്ട് വരണമെന്നൊരു ആഗ്രഹമാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും അതിന്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റ് വഴി കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ വന്ദനയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നിർമ്മിക്കുന്ന ഈ ആശുപത്രിയും സാധാരണക്കാരായ രോഗികൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഡോക്ടർ വന്ദന എന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ മാതാപിതാക്കൾ നിർവഹിക്കുന്നത്. അതിന് നാട്ടുകാരുടെ സഹായം കൂടി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനായിട്ടാണ് വന്ദനയുടെ അച്ഛൻ ഒരു ട്രസ്റ്റ് വന്ദനയുടെ പേരിൽ രൂപീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.